നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി കുമ്മനം മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും തിരുവനന്തപുരത്ത് ടി ജി സജിത്തും ചേരുന്നു. സജിത്ത്, എപ്പോഴാണ് രാജി നൽകിയിരിക്കുന്നത്? തലസ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം തിരിച്ചു വരികയാണെന്ന വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായും കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ഉണ്ണിക്ക് നൽകാൻ കഴിയും. കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറുന്നു എന്നതാണ് കുമ്മനം രാജശേഖരന്റെ കടന്നുവരവോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റം. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ. അത് ബി.ജെ.പി കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത് അങ്ങനെയാണ്. സംസ്ഥാനത്ത് ബി.ജെ.പി ഏറ്റവും വിജയസാധ്യത പുലർത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടും സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇത് ബി.ജെ.പിക്കകത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരൻ കടന്നുവരുന്നത്. ചർച്ചകളുടെ തുടക്കം തൊട്ട് തന്നെ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ബി.ജെ.പി കേന്ദ്രങ്ങൾ തന്നെ നിഷേധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കുമ്മനം രാജശേഖരൻ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും തിരിച്ചെത്താനുള്ള ആഗ്രഹം അടുത്ത ചില കേന്ദ്രങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അതുണ്ടായില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം എത്തുന്നു. അത് തിരുവനന്തപുരത്താകും എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കുന്നു. ബി.ജെ.പി അവരുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോരാട്ടത്തിനിറങ്ങും. അതാണ് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്ന വളരെ പ്രത്യേകതയായ ഒരു കാര്യം. നേരത്തെ തന്നെ കുമ്മനം രാജശേഖരന് വേണ്ടിയുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചെങ്കിലും ഈ വിഷയം ദേശീയ നേതൃത്വം പരിഗണിച്ചിരുന്നില്ല. അതിൽ അവസാന ഘട്ടത്തിൽ ചർച്ചകൾ നീണ്ടുപോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അതിൽ ദേശീയ നേതൃത്വത്തിന്റെ പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു. ഇതാണിപ്പോൾ കുമ്മനം രാജശേഖരന്റെ രാജി ഉണ്ടാവുന്നതിന് കാരണവും. അദ്ദേഹം ഏറെ താമസിയാതെ തന്നെ കേരളത്തിലേക്ക് മടങ്ങിയതും അദ്ദേഹം അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തുടർ പ്രതികരണങ്ങളും ഉണ്ടാവും. എന്തായാലും സംസ്ഥാനത്ത് വലിയ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം മാറുന്നു എന്നതാണ് കുമ്മനം രാജശേഖരന്റെ മടങ്ങിവരവിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരികയും വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് കുമ്മനം രാജശേഖരൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ. ഏത് രീതിയിലാണ് ദേശീയ രാഷ്ട്രീയം, ബി.ജെ.പി ദേശീയ നേതൃത്വം കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവിനെ കാണുന്നത്? രാജി എപ്പോഴാണ് അദ്ദേഹം രാജി സ്ഥിരീകരിച്ചത്? ഏതാണ്ട് 5 മാസത്തോളമായി നടക്കുന്ന നീക്കങ്ങൾക്ക് ഒടുവിലാണ് കുമ്മനം രാജശേഖരന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഏതാണ്ട് 4 മാസം മുമ്പ് തന്നെ സൂചനകൾ വളരെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വാർത്തയും നൽകിയതാണ്. അതിനെ തുടർന്ന് പിന്നീട് കുമ്മനം അന്ന് വരുമെന്ന് കരുതിയിരുന്ന ഒരു ഘട്ടം, അതായത് മിസോറാമിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ സംസ്ഥാനത്ത് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമില്ല എങ്കിൽ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു നീക്കം നടന്നിരുന്നത്. എന്നാൽ കുമ്മനം രാജശേഖരൻ തന്നെ ഈ രാജ്യസന്നദ്ധത ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവരെ അറിയിച്ചു. RSS വളരെ ശക്തമായി തന്നെ കുമ്മനത്തിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. RSS ദേശീയ നേതൃത്വത്തെ ബി.ജെ.പി അടക്കം കൃത്യമായി അറിയിച്ചിരുന്നത് കുമ്മനത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. കുമ്മനത്തെ ഒഴിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരും അക്കാര്യത്തിൽ നൽകിയതുമില്ലായിരുന്നു. എന്നാൽ അമിത്ഷായുടെ ഒരു അനുമതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകിപ്പിച്ചിരുന്നത്. ആ തീരുമാനം വൈകിയെങ്കിലും ഏറ്റവും ഒടുവിൽ ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷാ അനുമതി നൽകുകയും തുടർന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഔദ്യോഗികമായി രാഷ്ട്രപതിക്ക് കത്ത് നൽകുകയുമാണ് ചെയ്തത്. 12:30 മണിക്ക് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്നും കൃത്യമായ ഔദ്യോഗിക അറിയിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരന്റെ രാജി സ്വീകരിക്കുന്നുവെന്നും പ്രൊഫസർ ജഗദീഷ് മുഖിയെ മിസോറാമിന്റെ ചുമതലയുള്ള താൽക്കാലിക ഗവർണറായി നിയമിക്കുന്നുവെന്നുമാണ് ഈ ഉത്തരവിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് കുമ്മനത്തെ കൊണ്ടുവരിക എന്നത് കൃത്യമായി RSSന്റെ നീക്കം തന്നെയാണ്. അദ്ദേഹത്തെ മിസോറാം ഗവർണറായി നിയമിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള അതൃപ്തികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ വ്യക്തിപരമായി അതൃപ്തി അറിയിച്ചതാണ്. കേരള രാഷ്ട്രീയം വിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയതരമായ ചുമതല ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്ന്. എന്നാൽ രാഷ്ട്രപതി ഭവന്റെ ഉത്തരവ് അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിർദ്ദേശത്തെ തുടർന്ന് ഗവർണർ നിയമനത്തിൽ കൃത്യമായ ഉത്തരവിറങ്ങിയതിനു ശേഷം ആ പദവിയിൽ നിന്ന് പിന്മാറുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നായിരുന്നു അന്ന് തന്നെ ഉയർന്നിരുന്ന വിലയിരുത്തൽ. അതേ തുടർന്ന് തന്നെയാണ് അദ്ദേഹം ഈ പദവിയിൽ തുടരാൻ തീരുമാനമെടുത്തിരുന്നത്. അപ്പോഴും RSS കുമ്മനത്തെ കൃത്യമായി കേരളത്തിലെ പരിപാടികളിലേക്ക് കൊണ്ടുവന്നിരുന്നു. പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്ത് സജീവ സാന്നിധ്യം സംസ്ഥാനത്ത് നിലനിർത്താൻ ശ്രമിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്തെ മത്സരം
അസാധാരണമായി മാറുകയാണ്. വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലാണ് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതോടെ തിരുവനന്തപുരത്ത് കളമൊരുങ്ങുന്നത്. ബി.ജെ.പിക്ക് വിജയം വേണമെങ്കിൽ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാളെ രാജിവെപ്പിച്ച് കൊണ്ടുവരണം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. അത്രമേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഏത് വിധേനയും ഒരു സീറ്റെങ്കിലും നേടുക എന്നത് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. തീർച്ചയായും സജിത്ത്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് കുമ്മനം രാജശേഖരന്റെ വരവിലൂടെ. പക്ഷേ ശബരിമല വിഷയത്തിൽ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം പരാജയപ്പെട്ടു എന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണ് കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന ഘടകം ഏകകണ്ഠമായി ഈ തീരുമാനത്തിൽ ഒരേ അഭിപ്രായമാണോ ഉള്ളത്? കുമ്മനം രാജശേഖരനെ പോലെ വളരെ പൊതുസമ്മതനായ അല്ലെങ്കിൽ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെ തിരുവനന്തപുരത്ത് വേണം എന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. പല സംസ്ഥാന നേതാക്കളും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മോഹിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ RSS നേതൃത്വമാണ് അവസാന തീരുമാനമെടുത്തത് എന്നതാണ് നിർണായകം. അതാണിപ്പോൾ കുമ്മനം രാജശേഖരന്റെ രാജിയിലേക്ക് വഴിവെച്ച സാഹചര്യവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രത്യേകത ഉള്ള കാര്യം. ഉണ്ണി സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ അമിത്ഷാ സന്ദർശനം നടത്തിയപ്പോഴും സംസ്ഥാനത്തെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കണക്കാണ് പലവട്ടവും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതുപോരാ, ഒരു സീറ്റിൽ വിജയിച്ച് കണക്ക് തെളിയിക്കൂ എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ അത് തിരുവനന്തപുരത്തിനാണ് സാധ്യത. തിരുവനന്തപുരത്തെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുക, അത്തരമൊരു നിലപാടിലേക്കാണ് RSSവും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും മുന്നോട്ട് പോയത്. അതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കുമ്മനം രാജശേഖരന്റെ വരവുണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകുമെന്ന കാര്യം പോലും സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ലായിരുന്നു. അത്തരം അറിയിപ്പുകൾ ഇവർക്ക് ലഭിച്ചിരുന്നുമില്ല. മറിച്ചത് ദേശീയ തലത്തിലാണ് അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും അതിന്റെ മറ്റു നീക്കങ്ങൾ നടക്കുകയും ചെയ്തത്. എന്തായാലും ഉണ്ണി സൂചിപ്പിച്ച പോലെ RSS ഒരു നിർണായക നിലപാട് ഈ വിഷയത്തിലെടുത്തു. അതാണ് കുമ്മനം രാജശേഖരന്റെ കടന്നുവരവിന് ഇടയാക്കുന്നത്. ഒപ്പം തന്നെ ശബരിമലയ്ക്ക് പിന്നാലെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്ന പല ചർച്ചകളിലും ഇവിടുത്തെ ഗ്രൂപ്പ് നീക്കങ്ങളിലും വലിയ അതൃപ്തിയും ദേശീയ നേതൃത്വത്തിനുണ്ട്, RSSനുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കുമ്മനം രാജശേഖരന്റെ കടന്നുവരവ് എന്നതും പ്രസക്തമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനവും ബി.ജെ.പി അണികൾക്കും ഒരു പുതിയ ഊർജ്ജം നൽകുന്ന ഒരു നീക്കമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം കുമ്മനം രാജശേഖരന് ആ തരത്തിലുള്ള ഒരു സ്വീകാര്യത സംസ്ഥാനത്തെ ബി.ജെ.പി കേന്ദ്രങ്ങൾക്കിടയിലുണ്ട്. അത് കൂടുതൽ ശക്തിയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടമാകുമെന്ന് തന്നെയാണ് ബി.ജെ.പി കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും ഉണ്ണി, ബി.ജെ.പിയുടെ സംസ്ഥാന സംഘടനാ സംവിധാനത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RSS ആണെന്നുള്ള ഒരു സൂചന കൂടി നൽകുകയാണല്ലോ കുമ്മനം രാജശേഖരൻ കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് സജിത്ത് പറഞ്ഞതുപോലെ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണകൾ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടും ഇതുവരെ കൃത്യമായ ഒരു പട്ടികയോ തീരുമാനമോ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശനിയാഴ്ച ഉണ്ടാകുമെന്നുള്ള സൂചനകൾ മാത്രമാണ് ഉള്ളത്. ആ രീതിയിലുള്ള ഏതെങ്കിലും സൂചനകൾ ദേശീയ നേതൃത്വം നൽകുന്നുണ്ടോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ നമുക്ക്? മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂ. ബി.ജെ.പി ഞാനൊന്ന് ഇടപെടുന്നു. ഉണ്ണി, ഞാൻ തിരികെ വരാം. ബി.ജെ.പി നേതാവ് കെ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കാണുന്നത്? തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകുമോ? എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും നൽകുന്ന ഒരു തീരുമാനമാണിത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വമാണ് നടത്തുന്നത്. അത് താമസിയാതെ അവർ നടത്തിക്കൊള്ളും. ഇതിപ്പോൾ കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾക്കും ദേശീയ ജനവിഭാഗത്തിനും പ്രത്യേകിച്ച് ബി.ജെ.പി RSS പ്രവർത്തകർക്കുമെല്ലാം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ശബരിമല സമരസമയത്ത് ബി.ജെ.പി ഒരല്പം പിറകിലേക്ക് പോയി എന്നുള്ള വിമർശനങ്ങൾ സ്വയം അതിനകത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നല്ലോ കുമ്മനം രാജശേഖരൻ തിരിച്ചു വരണം എന്നുള്ളൊരു ആവശ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശക്തമാവുകയും ചെയ്തത്. ആ ഒരു ആവശ്യം കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാൽ? അല്ല, അത് അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇപ്പോ അവസരമില്ല. ഒരു കാര്യം ഞാൻ പറയാം, കുമ്മനം രാജേട്ടനെ പോലുള്ള ഒരാൾ സദാ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനപ്പുറത്ത്
മറ്റ് വ്യാഖ്യാനങ്ങൾക്കൊന്നും അതിൽ കാര്യമില്ല. നിരന്തരമായിട്ട് കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, ജനങ്ങൾക്കിടയിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും പാർട്ടി പ്രവർത്തകർക്കും എല്ലാം കുറച്ചുകൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഒറ്റ കാര്യം കൂടെ, നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, BJP പ്രവർത്തകരെ മാത്രമല്ല RSS പ്രവർത്തകരെയും ഒരുമിച്ച് കൂടെ നിർത്താൻ കഴിവുള്ള ഒരാൾ, പ്രവർത്തകർ എപ്പോഴും അംഗീകരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, സംസ്ഥാന ഘടകത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ അച്ചുതണ്ട് ഇത് രണ്ടായി മാറാനുള്ള ഒരു സാധ്യത വല്ലതുമുണ്ടോ? അങ്ങനെയൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ വരവോടുകൂടി NDAയുടെ മുന്നേറ്റം കുറച്ചുകൂടി കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടാവുക. മറിച്ചുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. അദ്ദേഹം എത്തുന്നതോടുകൂടി കുറെ കൂടി അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് കൂടി സംസ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. BJP നേതാവ് കെ സുരേന്ദ്രനാണ് പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകും. അത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണർവുള്ള ഒരു തീരുമാനമാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചതെന്നാണ് കെ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. അയോധ്യയിൽ മധ്യസ്ഥത. അയോധ്യ തർക്കത്തിന് പരിഹാരം കാണാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവ്. മുൻ സുപ്രീംകോടതി ജഡ്ജി FMI ഖലീഫുള്ള, ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീറാം പഞ്ചു എന്നിവരെ മധ്യസ്ഥരായി കോടതി നിയമിച്ചു. 8 ആഴ്ചയ്ക്കകം ചർച്ച പൂർത്തിയാക്കണം. നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തി. പതിറ്റാണ്ടുകളായി തുടരുന്ന അയോധ്യ തർക്കത്തിൽ കോടതിക്ക് പുറത്ത് രമ്യമായ പരിഹാരം കാണാനുള്ള അവസാനവട്ട ശ്രമമാണ് സുപ്രീം കോടതിയുടേത്. മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ മധ്യസ്ഥ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂ എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഉത്തരവ്. ഉത്തരേന്ത്യയിലെ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ ബാധിച്ച വിഷയത്തിൽ തർക്കപരിഹാരത്തിനായി കോടതി ചുമതലപ്പെടുത്തിയ 3 തമിഴ്നാട് സ്വദേശികൾ ഇവരാണ്. 2016 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് FMI ഖലീഫുള്ള, നേരത്തെ മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമിച്ച ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കർ, മദ്രാസ് ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീറാം പഞ്ചു. ആവശ്യമെങ്കിൽ സമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഇവർക്ക് തിരഞ്ഞെടുക്കാം. ऑब्वियस मीडिएटर अपनी रिपोर्ट सुप्रीम कोर्ट के सामने सबमिट करेगा और वो रिपोर्ट सुप्रीम कोर्ट को अगर उसमें उनको कोई डिफिकल्टी होती है तो वो सुप्रीम कोर्ट से उस बात को क्लैरिफाई करेंगे. ഒരാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥം തുടങ്ങി 8 ആഴ്ചയ്ക്കകം ചർച്ചകൾ പൂർത്തിയാക്കണം. 4 ആഴ്ചയ്ക്കകം സുപ്രീം കോടതിക്ക് ആദ്യ റിപ്പോർട്ട് നൽകണം. സമിതി പ്രവർത്തിക്കുക അയോധ്യയ്ക്ക് സമീപം ഫൈസാബാദിലാണ്. ചർച്ചകൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ നൽകണം. ചർച്ചയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ കോടതി വിലക്കി. മധ്യസ്ഥ ചർച്ചയെ ഹിന്ദു സംഘടനകൾ എതിർത്തിരുന്നെങ്കിലും സിവിൽ നടപടിച്ചട്ടപ്രകാരം നിയമ തടസ്സങ്ങൾ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ്. പലകുറി പരാജയപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള ശ്രമത്തിലൂടെ ഫലം കാണുമോ എന്നാണ് കക്ഷികളും രാഷ്ട്രീയ നിയമകേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോഴാണ് മധ്യസ്ഥ ചർച്ചകൾ സമാന്തരമായി പുരോഗമിക്കുക. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അയോധ്യ പ്രശ്നത്തിൽ ഇരുവിഭാഗങ്ങളും കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ സമിതിക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. തർക്കഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം അനുവദിച്ച് പള്ളി മറ്റൊരിടത്ത് നിർമ്മിക്കുക എന്നതാണ് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര നിർദ്ദേശം. ഹർജികൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഹിന്ദു സംഘടനകളുടെ ആഗ്രഹത്തിന് വിരുദ്ധമാണ് മധ്യസ്ഥ ഉത്തരവ്. 2 വിഭാഗങ്ങളും ഇതുവരെ നിലപാടുമയപ്പെടുത്താത്ത അയോധ്യ തർക്കത്തിൽ പരിഹാര ചർച്ചകളിലെ സാധ്യതകൾ ഇങ്ങനെ: 1. തർക്കഭൂമിയിൽ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഹിന്ദു സംഘടനകളും പള്ളി നിർമ്മിക്കണമെന്ന് മുസ്ലിം വിഭാഗങ്ങളും ഉറച്ച നിലപാട് സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ ചർച്ച പൂർണ്ണ പരാജയമാകും. 2. തർക്കഭൂമിക്ക് പുറത്ത് പള്ളി നിർമ്മിക്കാമെന്നും അതിനെ പണം പിരിച്ചു നൽകാമെന്നുമുള്ള ഹിന്ദു സംഘടനകളുടെ നിർദ്ദേശം മുസ്ലിം കക്ഷികൾ അംഗീകരിക്കുക. 3. തർക്കഭൂമിയിൽ പള്ളിയും ക്ഷേത്രവും നിർമ്മിക്കാൻ സമവായമാവുക. അല്ലെങ്കിൽ പള്ളി മാത്രം നിർമ്മിക്കാനായി ഹിന്ദു കക്ഷികൾ വിട്ടുവീഴ്ച ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 2 സാധ്യതകളും ഏറെ പ്രയാസമേറിയതാണ്. ചർച്ചകൾ വിജയിച്ചാൽ പരിഹാര നിർദ്ദേശം അംഗീകരിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കും. ഇത് എല്ലാവർക്കും ബാധകമാവുകയും ചെയ്യും. പരാജയപ്പെട്ടാൽ 8 ആഴ്ചയ്ക്ക് ശേഷം ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് അന്തിമവാദം തുടങ്ങും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഹിന്ദു സംഘടനകൾക്ക് മധ്യസ്ഥ ശ്രമം തിരിച്ചടിയാണ്. ഓർഡിനൻസ് ഇറക്കൂ എന്ന ആവശ്യവും ഇതോടെ അപ്രസക്തമായി. ന്യൂസ് 18, ഡൽഹി.
7 പതിറ്റാണ്ടായി തുടരുന്ന അയോധ്യ തർക്കത്തിൽ കോടതി നിർദ്ദേശപ്രകാരം ഒത്തുതീർപ്പ് ശ്രമം ഇതാദ്യം. സർക്കാരിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുൻപും പലതവണ മധ്യസ്ഥ ശ്രമം നടന്നിരുന്നു. പക്ഷേ വിശ്വാസവും രാഷ്ട്രീയവും ഇടകലർന്ന സങ്കീർണ തർക്കത്തിൽ മധ്യസ്ഥതകളൊന്നും വിജയിച്ചില്ല. തർക്കഭൂമി 3 കക്ഷികൾക്കുമായി വീതിക്കണമെന്ന 2010 അലഹബാദ് ഹൈക്കോടതി വിധി തന്നെ ഒത്തുതീർപ്പ് സ്വഭാവമുള്ള ഒന്നായിരുന്നു. എന്നാൽ ഒത്തുതീർപ്പല്ല വേണ്ടതെന്നും തർക്കഭൂമിയുടെ ഉടമസ്ഥത ആർക്കാണെന്ന തീരുമാനമാണ് വേണ്ടതെന്നും ചൂണ്ടിക്കാട്ടി 3 കക്ഷികളും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ അപ്പീലുകളിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിന് സുപ്രീം കോടതി ഇറങ്ങിയിരിക്കുന്നത്. Strict confidentiality will be maintained in the mediation. And we have already said that we will cooperate with the mediation. Therefore, mediation panel has been constituted, and now whatever we have to say, we will say before the mediation panel, not outside. മുൻപും പലതവണ അയോധ്യ തർക്കം സമവായ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. വിധിക്ക് മുൻപ് അലഹബാദ് ഹൈക്കോടതി 3 കക്ഷികളോടും ഒത്തുതീർപ്പ് സാധ്യത ആരാഞ്ഞിരുന്നു. ആരും യോജിച്ചില്ല. കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിക്കണമെന്നും വിധി പറയരുതെന്നും ആവശ്യപ്പെട്ട് രമേശ് ചന്ദ്ര ത്രിപാഠി എന്ന ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതി വരെ എത്തിയ നിയമയുദ്ധം തന്നെ നടത്തിയിരുന്നു. ബാബരി മസ്ജിദ് തകർക്കും മുൻപ് 1990 വിശ്വ ഹിന്ദു പരിഷത്തും ബാബരി ആക്ഷൻ കമ്മിറ്റിയും തമ്മിലുള്ള ചർച്ചകൾ കുറെ പുരോഗമിച്ചെങ്കിലും നിർണായക വിഷയങ്ങളിൽ തട്ടിപ്പൊളിഞ്ഞു. 2003 കാശി ശങ്കരാചാര്യരുടെ മധ്യസ്ഥ ചർച്ചകളും പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ മധ്യസ്ഥരിൽ ഒരാളായ ശ്രീ രവിശങ്കർ, ഷിയ വഖഫ് ബോർഡ് നേതാവ് വസീം റുസ്വി എന്നിവർ മുൻപ് നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. 2017 അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കേഹാർ മധ്യസ്ഥ ശ്രമം നടത്തിയെങ്കിലും കക്ഷികൾ അംഗീകരിച്ചില്ല. പരാജയപ്പെട്ട ഒട്ടനവധി മധ്യസ്ഥതകളുടെ ചരിത്രമുള്ള അയോധ്യ കേസിൽ പരമോന്നത കോടതിയുടെ മധ്യസ്ഥത ലക്ഷ്യം കാണുമോ? അതറിയാൻ ഇനി 8 ആഴ്ച കാത്തിരുന്നാൽ മതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. ഓരോ തീരുമാനമെടുക്കൽ സഭകളിലും പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും ഒക്കെ തന്നെയും ഒരു ആ തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. മാക്സിമം 11% അസംബ്ലി ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 8 സ്ത്രീകളെ ഉള്ളൂ. പാർലമെൻറ്റിലേക്കാണെങ്കിലും ഇവിടുന്ന് ഒരാളെ നമുക്ക് എന്താ പറയുക വിടാൻ സാധിച്ചിട്ടുള്ളൂ. ഇതൊക്കെ സ്ത്രീകൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. വയനാട്ടിൽ സത്യം പറയുന്നതാര്? പോലീസിന്റെ വെടിയേറ്റ് മരിച്ച CP ജലീലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മലപ്പുറം പാണ്ടിക്കാട്ടാണ് സംസ്കാരം. 3 തവണ തലയ്ക്ക് വെടിയേറ്റതായാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ്? സംസ്കാര ചടങ്ങിൽ എപ്പോഴാണ് തുടങ്ങുക? അപർണ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ 3 തവണ തലയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. അത് നെറ്റി, അതായത് തലയുടെ പുറകുവശത്ത് വെടിയേൽക്കുകയും നെറ്റി തുളച്ചത് ബുള്ളറ്റ് പുറത്തേക്ക് വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ബുള്ളറ്റ്, അതായത് തോക്കിന്റെ തിരകളും അതുപോലെ തന്നെ ഗണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട CP ജലീലിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. CP ജലീലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇപ്പോൾ ബന്ധുക്കൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും വിട്ടുകൊടുത്തിരിക്കുന്നു. അല്പസമയം മുമ്പ് മൃതദേഹം കൊണ്ടുള്ള ആംബുലൻസ് മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മലപ്പുറത്തുള്ള പാണ്ടിക്കാട്ടുള്ള വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ കോഴിക്കോട് എത്തിയിരുന്നു. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. രാവിലെ 8:00 കൂടി ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. മൃതദേഹം കൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോഴാണ് പുറപ്പെട്ടത്. അപർണ, വിനേഷ് കുമാറാണ് വിശദാംശം. ലക്കിടി വെടിവെപ്പ് സംഭവത്തിൽ പോലീസ് വാദങ്ങൾ പൂർണ്ണമായി തള്ളി റിസോർട്ട് ജീവനക്കാർ. മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടിയുതിർത്തത് പോലീസാണെന്ന് ഉപവൻ റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി. മാവോയിസ്റ്റുകൾ ആരെയും ബന്ദിയാക്കിയിട്ടില്ല. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. റിസോർട്ടിലെത്തിയ മാവോയിസ്റ്റ് സംഘം ജീവനക്കാരെയും അതിഥികളെയും ബന്ദിയാക്കിയെന്നും പോലീസിന് നേരെ വെടിയുതിർത്തുന്നുമാണ് കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് ഭാഷ്യം അപ്പാടെ തള്ളുകയാണ് സംഭവം നടന്ന റിസോർട്ടിലെ ജീവനക്കാർ. മാവോയിസ്റ്റുകളെ ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് വെടിവെച്ചതെന്ന് റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി. ആരെയും ബന്ദിയാക്കിയിട്ടില്ല. കുറച്ച് പോലീസുകാർ വിത്ത് ഗൺ വന്നിട്ട്
ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരൻ CP റഷീദ് രംഗത്തെത്തി. ആത്മരക്ഷാർത്ഥം വെടിവെക്കുന്ന മുട്ടിന് തീരെ വെടിവെച്ച് വീഴ്ത്താവുന്നുള്ളൂ. തലക്കനെ വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് റിസോർട്ട് മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. പുതിയ വെളിപ്പെടുത്തലുകളും പോലീസ് ഭാഷ്യത്തിലെ പൊരുത്തക്കേടുകളും ചേരുമ്പോൾ ലക്കിടി വെടിവെപ്പിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മാവോയിസ്റ്റ് ഭീഷണി ചെറുക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മരണത്തിൽ ദുരൂഹതയുണ്ട്. വസ്തുത ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ മാവോയിസ്റ്റ് ഭീഷണി തടയുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഇന്നലെ ഉണ്ടായ വെടിവയ്പിൽ ഒരു മാവോയിസ്റ്റ് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇടംവലം സ്ഥാനാർത്ഥി നിർണയം. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന്. 16 സീറ്റിൽ CPM-ഉം 4 CPI-യും മത്സരിക്കുമെന്ന് ഘടകകക്ഷികളെ ഔദ്യോഗികമായി അറിയിക്കും. സീറ്റില്ലെന്ന് മുന്നണി നേതൃത്വം അറിയിച്ചാലുടൻ ജനതാദൾ എസ് യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്യും. പൊന്നാനിയിലെ CPM സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തീരുമാനമായി. CPM-ഉം CPI-യുമായി സീറ്റ് പങ്കിട്ട വിവരം ഔദ്യോഗികമായി ഘടകകക്ഷികളെ മുന്നണി നേതൃത്വം അറിയിക്കും. പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പാക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ലെന്നാകും സീറ്റ് പങ്കിടലിനുള്ള ന്യായീകരണം. 10 പാർട്ടികളുള്ള മുന്നണിയിൽ ജനതാദൾ എസ് ഒഴികെയുള്ള കക്ഷികൾക്കൊന്നും കാര്യമായ പ്രതിഷേധമുണ്ടാകില്ല. കോട്ടയമോ കോട്ടയത്തിനു പകരം എറണാകുളമോ ഇതായിരുന്നു JDS-ന്റെ ആവശ്യം. 2 സീറ്റുകളിലേക്കും CPM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. സീറ്റ് നിഷേധത്തിനെതിരെ സൗഹൃദ മത്സരത്തിലൂടെയെങ്കിലും മറുപടി നൽകണമെന്ന അഭിപ്രായവും ജനതാദളിലുണ്ട്. ഇടതുമുന്നണി യോഗത്തിനു ശേഷം ജനതാദൾ ഭാരവാഹി യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്യും. പ്രതിഷേധം താൽക്കാലികമെന്നും ചർച്ചകളിലൂടെ സമവായം സാധ്യമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് CPM. പൊന്നാനി ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച CPM പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മണ്ഡലം കമ്മിറ്റിയെയാണ് ചുമതലപ്പെടുത്തിയത്. ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നെങ്കിലും പൊന്നാനി സ്ഥാനാർത്ഥി സംബന്ധിച്ച് കാര്യമായ ചർച്ച നടന്നില്ല. ശനിയാഴ്ചയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യഘട്ട പട്ടികയിൽ പൊന്നാനി ഒഴിച്ചിടാനും സാധ്യതയുണ്ട്. പൊന്നാനിയിൽ CPM-ന് യോഗ്യനായ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം INL ഇടതുമുന്നണി യോഗത്തെ അറിയിക്കും. CPI നിർവാഹക സമിതി യോഗം മണ്ഡലം കൺവെൻഷനുകളുടെ തീയതി നിശ്ചയിച്ചു. CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വമ്പന്മാരെ ഇറക്കി കളം പിടിക്കാനുള്ള ആലോചനയുമായി കോൺഗ്രസ്. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ആലോചന. സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. 1-ാം നമ്പർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള ആലോചന നേരത്തെ വന്നെങ്കിലും മുതിർന്ന നേതാക്കൾ താൽപര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് ഈ നീക്കം ഉപേക്ഷിച്ചിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് പ്രധാന നേതാക്കൾ തന്നെ ഇറങ്ങണമെന്ന ആവശ്യം വീണ്ടും ശക്തമായത്. വിജയമുറപ്പാക്കാനായി മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനുള്ള നീക്കത്തിന് ഹൈക്കമാൻഡ് സമ്മതവും ലഭിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മത്സരിക്കാനില്ലെന്ന നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു. MLA-മാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതോടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് പകരം ആരു വേണമെന്ന ചർച്ചയും ആരംഭിച്ചിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്തതോടെ KC വേണുഗോപാലിനും പകരം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുതുക്കിപ്പണിയാനാണ് നേതാക്കൾ ആലോചിക്കുന്നത്. അങ്ങനെ വന്നാൽ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, VM സുധീരൻ, അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകളാണ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. ചർച്ചകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നും അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് UDF ഉഭയകക്ഷി ചർച്ചകൾ തിരക്കിട്ട് പൂർത്തിയാക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ വലിയ തർക്കമൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. 3-ാം സീറ്റില്ലാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച അവസാനിച്ചു. നിലവിലുള്ള 2 സീറ്റ് എന്ന കോൺഗ്രസ് നിർദ്ദേശം ലീഗ് തത്വത്തിൽ അംഗീകരിച്ചു. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. 3-ാം സീറ്റിന് പകരം മുന്നോട്ട് വെച്ച ഉപാധികളിൽ പലതും ഉടൻ നടപ്പാക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ അറിയിച്ചു. നാളത്തെ ലീഗ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു.
LDF-ൽ ചേക്കേറിയിട്ട് എന്ത് കിട്ടിയെന്ന് ജനതാദൾ പ്രവർത്തകർ ചിന്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പൂച്ചക്കുഞ്ഞുങ്ങളെ തിന്നുന്നതുപോലെ CPM ദൾ പാർട്ടികളെ വിഴുങ്ങി. പഞ്ചായത്തിൽ സീറ്റില്ലെന്ന് പറഞ്ഞ് മുന്നണി വിട്ട വീരേന്ദ്രകുമാറിനെ ഓർത്ത് പരിതപിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. UDF ജനതാദളിനെ സഹായിച്ചിട്ടുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയെ പരിഹസിച്ച് MP വീരേന്ദ്രകുമാർ. UDF ജനതാദളിന് സീറ്റ് നൽകിയപ്പോൾ എല്ലാം കോൺഗ്രസ് നന്നായി സഹായിച്ചിട്ടുണ്ടെന്നായിരുന്നു വീരേന്ദ്രകുമാറിന്റെ മറുപടി. കോൺഗ്രസ് 1000 വോട്ടിന് തോറ്റ മണ്ഡലത്തിൽ JDS-നെ വൻ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത്. വെറുതെ നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം അവർ ചെയ്തെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. നെടുമങ്ങാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാം ഷെഫീഖ് അൽ ഖാസിമി കുറ്റം സമ്മതിച്ചു. വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയത്. തൊഴിലുറപ്പ് സ്ത്രീകൾ ഇത് കണ്ടെന്നും വാക്കുതർക്കമുണ്ടായെന്നും മൊഴി. സംഭവശേഷം എറണാകുളത്തേക്ക് കടന്ന പ്രതി റെന്റക്കാറിൽ തെക്കേ ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു. വേഷം മാറിയായിരുന്നു യാത്രയെന്നും SP B അശോകൻ പറഞ്ഞു. പ്രതിക്ക് ആദ്യഘട്ടത്തിൽ STPയുടെ സഹായം ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്ന് പിടികൂടിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഇന്ന്. സ്ത്രീകളോടുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നാണ് വനിതാ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. സമത്വം, മെച്ചപ്പെട്ട സമൂഹത്തെ കെട്ടിപ്പടുക്കൂ, പുതുമയ്ക്കായി മാറ്റമെന്നതാണ് ഇത്തവണത്തെ ആശയം. പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് പാതയൊരുക്കിയത്.